DTH ചാനൽ കേരള ഇൻഫർമേഷൻ ചാനലിലേക്ക് നിങ്ങളെ ഞാൻ ഏവരും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നിങ്ങളുടെ മുമ്പേ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ബോക്സ് DTH സ്ട്രീം, അതായത് വീഡിയോ കൊണ്ട് നല്ല ഒരു എന്ന് വെച്ചാൽ കിടില ബോക്സാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ആൻഡ്രോയിഡ് ബോക്സാണ് ഇത്. ബോക്സിൻ്റെ ഫ്രണ്ട് കാണുമ്പോൾ DTH stream now choose your entertainment with voice control. DTH stream Google Assistant, HDR, Wi-Fi, Bluetooth, Chromecast, HDMI, Prime Video, YouTube, Sony, C5, Watch, Vute, മറ്റ് ആപ്ലിക്കേഷനുകളെല്ലാം കിട്ടുന്നതാണ്. നമുക്കിത് അൺബോക്സ് ചെയ്യാം. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നല്ലൊരു ബ്രൗസർ. ഓക്കെ, ഇത് അങ്ങോട്ട് മാറ്റാം. ഫ്രണ്ടിൽ നല്ല പ്യുവർ വൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു DTH ബോക്സ്, അവർ ഇറക്കി വെച്ചേക്കുന്ന നല്ല ലുക്കുള്ള ബോക്സ്, നല്ല മനോഹരമായ ഒരു ബോക്സ് ലുക്ക്. അത് ഇതിലേക്ക് വരാം. ആദ്യം എല്ലാം പരിചയപ്പെടുന്നു. നല്ല വൈറ്റ് കളർ റിമോട്ട്, ഒരു രക്ഷയില്ല, കാണാൻ എന്ത് ഭംഗി. HDMI കേബിൾ, അഡാപ്റ്റർ, ഒരു നല്ല ബാറ്ററി, റിമോട്ട് ബാറ്ററി. ഓക്കെ, ഇതിവിടെ നീളം നല്ല ക്വാളിറ്റി റിമോട്ട്, നല്ല അഡാപ്റ്ററാണ്, ഒരു രക്ഷയില്ല. DTH മുമ്പലത്തെ അഡാപ്റ്ററുകളെ അപേക്ഷിച്ച് നല്ല ക്വാളിറ്റി ഉള്ള ഒരു അഡാപ്റ്റർ. ഓക്കെ, ഇതെല്ലാം മാറ്റാം. ബോക്സിലേക്ക് വരാം. കവറിനകത്ത് നിന്ന് എടുക്കാം. DTHൻ്റെ ലോഗോ നല്ല വൃത്താകൃതിയിൽ അവർ സെൻറ്ററിൽ കൊടുത്തിരിക്കുകയാണ്. ഇത് രണ്ട് കരവുണ്ട്, കരവ് ഡിസൈൻ ചെയ്ത് ആ കരവ് രണ്ട് സൈഡും കര വന്ന രീതിയിലാണ് ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബോക്സ്. നല്ല ഒരു ഭംഗി, അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ലുക്ക് നല്ല മോഡൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. നല്ല ക്വാളിറ്റി ബോക്സാണ്, നല്ല മെറ്റീരിയലാണ്, രക്ഷയില്ല. മോശം മെറ്റീരിയൽ, നല്ല ഒറിജിനൽ മെറ്റീരിയൽ. എന്തായാലും ഇത് ഇന്ത്യൻ നിർമ്മിതിയല്ല, ഇത് നല്ല രാജ്യത്ത് നിന്ന് ചെയ്യിപ്പിച്ച് വിട്ടതാണ്. അങ്ങനത്തെ നല്ല ക്വാളിറ്റി. ഇന്ത്യയിലാണെങ്കിൽ ഇത്ര ക്വാളിറ്റിയൊന്നും ഉണ്ടാക്കത്തില്ല. എൻ്റെ ഈ ചെറിയ കുട്ടിത്തന്നെ അതിപ്പം 4 പൊടിയായാണ്, 4 പീസായാണ്. എന്നാലും ഇത് ഇന്ത്യയിലുണ്ടാക്കിയ സാധനമല്ലേ, അത് വിദേശത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളും, ചൈനയല്ല എന്തായാലും ഉറപ്പാണ്, ഇന്ത്യയും ചൈനയല്ല. ജപ്പാനിലെവിടെയെങ്കിലും ഉണ്ടാകാൻ സാധ്യത ഈ മെറ്റീരിയൽ വേണ്ടിയിട്ട്. നമുക്കതിന് ഇതിൻ്റെ ഈ ഭാഗം നോക്കാം. ഇത് ആൻറ്റിന കൊടുക്കുന്ന ഭാഗം. ഇത് AV ആൻറ്റിന എന്ന് പറയുമ്പോൾ മുകളിൽ ഡിഷിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗം കൂടിയാണ് കൊടുക്കേണ്ടത്. സാറ്റലൈറ്റ് ഇൻ കൂടിയാണ് കൊടുക്കേണ്ടത്. ഇത് AV ഔട്ട്. ഇത് ഇൻ്റർനെറ്റ് പോർട്ടിങ്, HDMI പോർട്ട്. ഇത് ഇൻ്റർനെറ്റ് ഡയറക്റ്റ് നമ്മളെ ഇൻ്റർനെറ്റ് റൂട്ടർ വഴി കൊടുക്കേണ്ട ഭാഗമാണ് ഇവിടെ. HDMI പോർട്ട്. പിന്നെ ഇവിടെ നമ്മൾ ഡിജിറ്റൽ ഔട്ടാണ്, അതിന് പ്രത്യേക ഡിജിറ്റൽ ഔട്ട്, അതായത് ഹോം തിയേറ്റർ നല്ല ഡിജിറ്റലുള്ള ഹോം തിയേറ്ററിൽ കൊടുക്കണമെങ്കിൽ ഒരു രക്ഷയില്ല. നല്ല ക്വാളിറ്റി റിമോട്ട് ഇതായിരിക്കണം, നല്ല ഇതായിരിക്കണം, ഹോം തിയേറ്റർ ആയിരിക്കണം. പിന്നെ ഇവിടെ ഇത് നമ്മളെ USB പോർട്ട്, 12 വാട്ട്സ്, 1.5 ആംപിയർ, 12 വാട്ട്സ് മുതൽ 18 വാട്ട്സ് വരെ മാക്സിമം കൊടുക്കാം. പെട്ടെന്ന് അടിച്ചൊന്നും പോകത്തില്ല. ആരെങ്കിലും നല്ല ആരോഗ്യമുള്ള അഡാപ്റ്റർ കൊടുത്താലും പിടിച്ച് താങ്ങേണ്ട പവർ ഇതിനുണ്ട്.
നിങ്ങൾ ഈ എന്തായാലും ഇത് ഓണം ഓഫറാണ്, നിങ്ങൾ എടുത്തില്ലെങ്കിൽ ഫൈൻ നഷ്ടമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളിത് എടുത്തേ പറ്റൂ. കാരണം ഇനിയുള്ള ഈ കാലഘട്ടങ്ങളിൽ ഇതുപോലുള്ള ബോക്സുകളാണ് നിങ്ങൾക്ക് ആവശ്യം. കാരണം ഇതിൽ ആപ്ലിക്കേഷൻ, അതായത് നമ്മളെ ഇതിലുള്ള ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഇത് ബോക്സ് ഇപ്പോൾ ഒരു 3 മാസത്തിന് മുമ്പ് റീചാർജ് ചെയ്ത് 3 മാസത്തിന് മുമ്പ് ഞാൻ പുതിയത് എൻ്റെ ആവശ്യത്തിന് വേണ്ടി മേടിച്ചു. അപ്പോൾ കിട്ടുന്നത് നമുക്ക് ഇത് കിട്ടും, മെയിനായിട്ട് കിട്ടുന്നത് സോണി ലൈവ് കിട്ടും, പിന്നെ ഇത് ഹോട്ട്സ്റ്റാർ കിട്ടും, പിന്നെ കിട്ടുന്നത് C5 കിട്ടും, പിന്നെ സൺ നെസ്റ്റ് കിട്ടും, പിന്നെ ഇത് നമ്മൾ ഫാൻ കോഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ, അതായത് ക്രിക്കറ്റ് ലീഗ് കിടക്കുന്ന ഒരു ചാനലുണ്ട്, സ്പോർട്സ് ആപ്ലിക്കേഷനാണ് അത് കിട്ടും. പിന്നെ കിട്ടുന്നത് നെറ്റ്ഫ്ലിക്സ് ഒന്നുമില്ല, ആമസോൺ പ്രൈം ഒന്നും കിട്ടത്തില്ല. അത് അതിന് ആപ്ലിക്കേഷൻ വേണമെങ്കിൽ നമ്മളത് അഡീഷണലായിട്ട് നമ്മൾ റീചാർജ് ചെയ്യേണ്ടി വരും. പിന്നെ ഓൾറെഡി നമുക്ക് 3 മാസം വീഡിയോ കോണിൻ്റെ ചാനലെല്ലാം കിട്ടും. ഓൾറെഡി ഇതിൽ ഉള്ള റീചാർജ് ചെയ്യുമ്പോൾ 3 മാസം ഫ്രീ ആണ്, കിട്ടും. കാരണം വേറെ ആപ്ലിക്കേഷൻ നമ്മളിത് കിട്ടും, സോണി എയർടെലിൻ്റെ ആപ്ലിക്കേഷനിൽ കിട്ടും. പിന്നെ ഒരുപാട് ആപ്ലിക്കേഷൻ എക്സ്ട്രാ വരുമ്പോഴും ഇത് രാജ് മ്യൂസിക് എന്നൊരു ആപ്ലിക്കേഷനിലുണ്ട്, അതിൽ പടങ്ങളെല്ലാം കാണും. പിന്നെ ഒരുപാട് ആപ്ലിക്കേഷനുകൾ അവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. 10, 20, 30, 40 ആപ്ലിക്കേഷൻ ഉണ്ട്. വാച്ച് വന്ന ആപ്ലിക്കേഷൻ ഓണാക്കുമ്പോൾ തന്നെ വാച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഇത് മേടിച്ചു ഹോട്ട്സ്റ്റാർ ഓണാക്കണം. ഇത് ഗൂഗിൾ ഓപ്പൺ ആക്കിയ ശേഷം നമ്മൾ അതിന് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്ത ശേഷം എല്ലാ ആപ്ലിക്കേഷൻ എടുത്തിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ ചെയ്തിട്ടുണ്ട്. അതിൽ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ എല്ലാം ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം റീസ്റ്റാർട്ട് ചെയ്യണം. അതിനുശേഷം അതിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് എല്ലാത്തിനും ഫ്രീ ആയിട്ട് കൊടുക്കുന്ന എല്ലാ അക്കൗണ്ടും ഓപ്പൺ ചെയ്തിട്ട് ഓട്ടോമാറ്റിക് വാച്ചിലോട്ട് വരും അത്. എന്നിട്ട് വാച്ച് ഓൺ ആയി കൊടുത്താൽ എല്ലാം കാണും. ഞാൻ ഇപ്പോൾ ഈ ബോക്സ് 1850 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 1850 രൂപയ്ക്കാണ് ഇപ്പോൾ ബോക്സ് പോകുന്നത്. ഓണം ഓഫറാണ്. ആവശ്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യുക. 1850 രൂപ. ശരി, ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം.